ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഒന്ന്, ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് പ്ലീഡറുടെ നിയമനം, അത് ആ പ്രശ്നം ഉയർന്നു വന്നു, അപ്പൊ തന്നെ രാജിവെച്ചു, അതോടുകൂടി ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു, ദേവസ്വത്തിന് വേണ്ടി മാത്രം പ്ലീഡറെ നിയമിച്ചിരുന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ കുറെ പേരുകൾ വന്നു, അപ്പൊ ഓരോരുത്തരും ഏതെല്ലാം കേസുകൾ വാദിച്ചു എന്ന് നോക്കാനുള്ള എഐക്ക് പോലും കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കാണിക്കുന്നത് പൂർണ്ണമായിട്ടും ചട്ടവിരുദ്ധമായിട്ടാണ് ഈ നിയമനം നടത്തിയത്. ശ്രീ കെ മുരളീധരൻ ദേവസ്വം മന്ത്രി പറഞ്ഞു, ദേവസ്വത്തിനൊരു പ്ലീഡർ വേണം, അത് നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് ഞാൻ നൽകിയിട്ടുണ്ട്, അത് പൂർണ്ണമായി അദ്ദേഹത്തിന് തന്നെ കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദേവസ്വത്തിന്റെ വക്കീലായി ഇദ്ദേഹത്തെ നിയമിച്ചപ്പോ പ്രതിയെ കുറിച്ച് കാര്യങ്ങൾ കൂടി അറിയാവുന്നത് കേസ് വാദിക്കുന്നതിന് സഹായകരമായിരിക്കുമെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറയുന്നു ദേവസ്വത്തിന് മാത്രമായിട്ട് വക്കീലിനെ ചുമതലപ്പെടുത്തിയിരുന്നില്ല, അദ്ദേഹം എറണാകുളത്ത് പോയിട്ട് AGയുമായി ചർച്ച ചെയ്തിട്ടാണ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാർ ആരൊക്കെയാണ് നിശ്ചയിക്കുന്നത്. അപ്പോ മന്ത്രിസഭയ്ക്കകത്ത് വന്ന കാര്യത്തിൽ ഈ കൂട്ടുത്തരവാദിത്വം വല്ലാതെ തകർന്നിരിക്കുന്നു. ആര് പറയുന്നതാണ് ശരി? മുഖ്യമന്ത്രി നിയമമന്ത്രി കൂടിയാണ്, ദേവസ്വം മന്ത്രിക്ക് വേണ്ടി ദേവസ്വം വകുപ്പിന് വേണ്ടി പ്ലീഡർ വന്നിരിക്കുന്നു, അത് ആര് പറയുന്നതാണ് ശരി? അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ഈ അമിത തിടുക്കം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാളെ നിയമിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? രണ്ട്, അദ്ദേഹം പറഞ്ഞത് പല പേരുകൾ ഞങ്ങളുടെ മുൻപിൽ വരും, AIക്ക് പോലും കഴിയില്ലല്ലോ. ചട്ടം വളരെ വ്യക്തമാണ്. കേരള ഗവൺമെന്റ് ലീഗൽ ഓഫീസേഴ്സ് ലോ ഓഫീസേഴ്സിന്റെ ചട്ടത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഒരു പാനലാണ് സമർപ്പിക്കേണ്ടത്. ആ പാനൽ നിന്നാണ് അദ്ദേഹം ചിലപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമമന്ത്രി കണ്ട് മുഖ്യമന്ത്രി കണ്ട് മന്ത്രിസഭയിലേക്ക് വരുന്നത്. സാധാരണഗതിയിൽ ഞങ്ങളെല്ലാം ആ ചുമതല വഹിച്ചിരുന്ന ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ആ പേരുകളിൽ തന്നെ ഇന്ന ആളുകളായിരിക്കും കൂടുതൽ യോഗ്യരായിട്ടുള്ള ആളുകൾ എന്നും നിർദ്ദേശിക്കും. അതിനോടൊപ്പം ബയോഡാറ്റ ഉണ്ടാകും. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറൽ പേര് നിർദ്ദേശിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പലരും ഞങ്ങൾക്ക് പേരുകൾ നൽകി, അപ്പോൾ ചട്ടം പൂർണ്ണമായിട്ട് ലംഘിച്ചിരിക്കുന്നു. ദേവസ്വത്തിന്റെ കേസിനകത്ത് ശബരിമല കേസ് അട്ടിമറിക്കുന്നതിൽ മാത്രമല്ല പ്ലീഡർമാരുടെ നിയമനത്തിനകത്ത് ഗൗരവമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. രണ്ട്, PM ശ്രീ ഉപസമിതിയെ വച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വാർത്തകളിൽ തന്നെ എല്ലാവർക്കും അറിയാൻ കഴിയും, ഉപസമിതിയെ വച്ച ഘട്ടത്തിൽ ഞങ്ങളൊരു ഉപസമിതിയെ വെച്ചു. അന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തെ കൂടി പരിഹസിച്ചുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം, ചിരിയല്ല മറുപടി, PM ശ്രീ പദ്ധതിയിലെ മന്ത്രിസഭാ ഉപസമിതി തട്ടിപ്പ്, CPI മുഖ്യമന്ത്രി വിദഗ്ധമായി പറ്റിച്ചു. അപ്പൊ ഒരു ഉപസമിതി എന്നുള്ളത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായപ്പോ ഉപസമിതിയെ നിയമിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല PM ശ്രീ തുടരുക എന്നുള്ള നിലപാട് മന്ത്രിസഭ സ്വീകരിച്ചിരിക്കുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഒപ്പുവെച്ചു, അവന് പണം വാങ്ങിക്കഴിഞ്ഞു. അപ്പൊ പൂർണ്ണമായിട്ടും വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. PM ശ്രീ ഒപ്പിട്ടപ്പോ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട ശേഷമാണ് PM ശ്രീയിൽ ഒപ്പിടാൻ തീരുമാനിച്ചത്. RSS അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള പാലമാണ് PM ശ്രീ. ഇതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അപ്പൊ ഇപ്പോ RSS അജണ്ട എന്ന് പറഞ്ഞത് ഇന്നത്തെ മുഖ്യമന്ത്രി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നു, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെ കണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന് യാത്രാ വിവാദമായിരിക്കുന്നു. ഇപ്പോ RSS അജണ്ട നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവ് RSS അജണ്ട നടപ്പിലാക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു.